ഏതെങ്കിലും ഒരു ജോലി ചെയ്യടി കൊച്ചേ. ഇതിപ്പോ രണ്ടും അവതാളത്തിലാ. ഇങ്ങനെയാണോടി സാധകം ചെയ്യുന്നേ? ദേ ആന്റി അമ്മച്ചി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കാലത്തൊരു കട്ടങ്കാപ്പിയുടെ ബലത്തിൽ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഏത് പണി ഇപ്പൊ അവതാളത്തിലായത്? ദേ അങ്കിളിനെ കണ്ടില്ലേ, നല്ല സ്മാർട്ടായി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എത്ര തുടച്ചാലും ഉള്ളതുപോലല്ലേ ഇരിക്കൂ. എടി എടി, നിന്റെ വാചോടി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഇതിലെന്താ ഇപ്പൊ കുഴപ്പം? പിന്നെ ഞാൻ അതിന് കേസ് ഇത്രയൊന്നും അല്ലല്ലോ. സിനിമാ പാട്ട് മുഴുവൻ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിക്കോ? എന്നാലും തോറ്റു തരാൻ മേല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞ് നീ എവിടെ കയറി പോവാ? വല്ല വീട്ടിലും ചെന്ന് കയറേണ്ടതാ. എന്നാ പിന്നെ ആന്റി അമ്മച്ചി കയറിയും തുടച്ചോ. എടി കൊച്ചേ, ഓർമ്മ വെച്ചപ്പോ മുതല് എന്റെ അച്ഛനും അമ്മയൊക്കെ ആന്റി അമ്മച്ചിയായിരുന്നു. സണ്ണിച്ചാനും രജിച്ചാനും ഒക്കെ എപ്പോഴും എന്നെ വഴക്ക് പറയും. നീ കാരണം അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരാത്തതെന്ന്. എൻ്റെ കല്യാണം നടത്തിയിട്ട് കാനഡയിലേക്ക് പോകണമെന്നായിരുന്നു അമ്മച്ചിക്ക്. 7ാം ക്ലാസ്സിൽ തോറ്റ പെണ്ണിനെ ഇന്നത്തെ കാലത്ത് ഏത് ഉദ്യോഗസ്ഥനെ കിട്ടാനാ? ഇപ്പോഴല്ലേ മനസ്സിലായത് അതാ ഇവിടെ വരുന്ന ആലോചനകളൊന്നും നടക്കാത്തേന്ന്. നടന്നാലും നടന്നില്ലേലും അടുത്ത ആഴ്ച ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാ. കച്ചവടം നടന്നിട്ട് വീടും പറമ്പ് ഒഴിഞ്ഞു കൊടുത്തില്ലേ നാണക്കേടല്ലേ? അവളെ ആരുടെയെങ്കിലും കയ്യിലേൽപ്പിക്കാതെ എങ്ങനെയാടാ? എത്ര നാളായിട്ട് ഞങ്ങളിത് പറയുന്നു, എന്നിട്ട് നടന്നോ? അതെങ്ങനെയാ? പെണ്ണിന് ചില്ലറക്കാരിയൊന്നും പോരല്ലോ. ആ കോൺവെന്റിലെ സിസ്റ്ററെ ഏൽപ്പിക്കാം. ഹോസ്റ്റൽ ഫീ കൊടുത്താൽ മതിയല്ലോ. അവിടെ കൂടെ കൂടെ സമൂഹ വിവാഹമൊക്കെ നടക്കുന്നല്ലേ. വെറുതെ വേണ്ട, അവളുടെ പേര് കുറച്ച് പൈസ ബാങ്കിലിട്ടേക്കാം. പണം കൊടുത്ത് അങ്ങനെ ഒഴിവാക്കാവുന്ന ബന്ധമാണോ? എന്നാ വേണ്ട, അവളെയും കെട്ടിപ്പിടിച്ചിരുന്നോ. അല്ലാതെ പിന്നെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് യാത്രയാണല്ലോ ആരോഗ്യമുള്ളപ്പോഴല്ലേ അമ്മച്ചി കൊണ്ടുപോകാൻ നോക്കൂ. കിടന്നുപോയാൽ പിന്നെ സണ്ണിച്ചാൻ പറഞ്ഞ പോലെ വല്ല അസുഖം വന്ന് കിടപ്പിലായാൽ ആന്റി അമ്മച്ചി ഇവിടെ ആര് നോക്കും? ഞാൻ വല്ല ചെക്കനെ കല്യാണം കഴിച്ച് നാളെ അങ്ങ് പോകും. അതോർത്തോ. സണ്ണിച്ചാൻ പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തോളൂ. ഞാൻ നാളെ തന്നെ മഠത്തിലേക്ക് മാറിക്കൊള്ളാം. അധിക ദിവസം മഠത്തിൽ കഴിയേണ്ടി വന്നില്ല. എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന ആള് എന്നെ തേടി വന്ന പോലെ. സാർ അവധിക്ക് വന്നപ്പം ആന്റി അമ്മച്ചോട് ഈ ആലോചനയൊന്ന് സൂചിപ്പിച്ചതാ. ചെക്കന് നാട്ടിൽ വേണ്ടപ്പെട്ടവരാരും ഇല്ലെന്ന് കേട്ടപ്പം പുള്ളിക്കാരത്തി അതങ്ങ് വേണ്ടാന്ന് വെച്ചു. കുട്ടി പാടുമെന്നറിഞ്ഞപ്പം സാറിന് വീണ്ടും ഒരു നിർബന്ധം. ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല. എന്നാലും കൽക്കട്ട നഗരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഹിന്ദുസ്ഥാനി രവീന്ദ്ര സംഗീതമൊക്കെ മറന്നൊരു ജീവിതമില്ല. അതുകൊണ്ട് സംഗീതം അറിയാവുന്ന കുട്ടിയാന്ന് കേട്ടപ്പോൾ കൂടുതൽ താല്പര്യം. അയ്യോ, ഞാനങ്ങനെ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. വെറുതെ മൂളുകയല്ലാണ്ട്. വേണ്ട, ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല. ആളെ നേരിട്ട് കണ്ടപ്പോൾ സംഗീതത്തെക്കാൾ എനിക്കിഷ്ടമായി. ടാഗോർ ഗീതാഞ്ജലി പറഞ്ഞിട്ടുണ്ട്, ജേഗാൻ ഗായത്തെ ആശ ആമാർ ഹോനി ഷേഗാൻ ഗാവ കെ ബോലി ഷൂർ ഷോദ ആമാർ കെ ബോൽ ഗായത്തെ ഛ. ബംഗാളിയാ. ഈ വരികൾ നമ്മുടെ കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയിട്ടുണ്ട്. ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം. നല്ല കക്ഷിയാ. ഇതുവരെ റെഡിയായില്ലേ? വേഗം ആവട്ടെ, ബോസ് അവിടെ വെയിറ്റ് ചെയ്യാ. നമ്മൾ എവിടെയാ ചേട്ടാ പോകുന്നത്? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു നല്ല മലയാളി മങ്കയെ പോലെ ദാ ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്യും. ആഹാ, മുല്ലപ്പൂവാ. മുല്ലപ്പൂ ഇവിടെ കിട്ടുമില്ലയോ എന്ന് ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു. ദാണ്ട അതാണ്. മനസ്സ് വിചാരിച്ചപ്പോ സാധനം കൈ കിട്ടിയേ. വേഗം ആവട്ടെ, ഒരുങ്ങി ഇറങ്ങും. ഞാൻ കാണിച്ചില്ലേ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടല്? അവിടെയാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. വേണ്ട ഏട്ടാ, ഈ വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആകെപ്പാടൊരു വെപ്രാളാ. സമാധാനമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. വലിയ വലിയ ഹോട്ടലുകളും വലിയ ആൾക്കാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ പഠിക്കണം. നമുക്കൊരു ഗ്യാസ് സ്റ്റവ് വാങ്ങി നാഴിയരിയിട്ട് തിളപ്പിച്ചാൽ 2 നേരം നല്ല സുഖമായിട്ടുണ്ണ. അതൊക്കെ നമ്മളൊരു വീട്ടിലോട്ട് മാറി. हेलो यस बॉस आध घंटा अमरावती खाने पहुंचे जाओ ओके ओके കേളവന് നിന്റെ പാട്ട് കേൾക്കാനുള്ള തിരക്കാ. ആർക്ക്? അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബോസിന്. വേണ്ട കേട്ടോ, ഞാൻ അങ്ങനെ ആരുടെ മുന്നിൽ പാടാനൊന്നുമില്ല. അങ്ങനെയാണ് ഞാനോട്ട് വരുന്നില്ല. അത് കൊള്ളാം.
നമ്മൾ ഇന്നലെ പോയി നൈറ്റ് ക്ലബിൽ പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന പെമ്പിള്ളാരെ കണ്ടില്ലേ നീ? അവരൊക്കെ ഇവിടെ കോളേജിൽ പഠിക്കുന്നവരാ. എത്രയാ സമ്പാദിക്കുന്നതെന്ന് അറിയാമോ? അയ്യേ, ഈ നാണോ മാനോ വിറ്റ് നടക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നേ? ഹരിയാൻ എന്ത് പറ്റിയപ്പോ ഇങ്ങനെയൊക്കെ തോന്നാൻ? നാട്ടിലെ പോലെ അല്ല, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ആണ്. ഇവിടെ പണത്തിനാണ് വില. അപ്പൊ പണം ഉള്ളവൻ പറയുന്നത് നമ്മൾ കേൾക്കണം. ഒരു വലിയ വീടൊക്കെ വാങ്ങി നമുക്ക് മാറണ്ടേ? വലിയ വീടൊന്നും വേണ്ട. ഒരു മുറി, ചെറിയൊരു അടുക്കള, പിന്നെ ഒരു കുളിമുറി. അതൊക്കെ നീ വിചാരിച്ചാ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള കഴിവും സൗന്ദര്യവും ഒക്കെ നിനക്കുണ്ട്. ബോസ് നല്ലയാളാ. നമുക്കിവിടെ സ്വർഗം പോലെ കഴിയാം. ചിലതൊക്കെ ഒന്ന് കണ്ണടച്ചാ മതി. എന്തേ പറഞ്ഞു വരുന്നത്? ഇതിനാണോ എന്നെ കല്യാണം കഴിച്ചത്? കൃഷ്ണ, ഞാൻ അയാളുടെ നിന്ന് കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട്. അതാരി വിളിക്കാൻ പോലും കഴിയാതെ എത്ര പെൺകുട്ടികളാ നാട്ടിൽ നിന്ന് ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ട് ഇവിടെ വന്നടിയുന്നേ. ജോലി ഓഫർ ചെയ്തും കല്യാണം കഴിച്ചുണ്ടോന്നൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം കൂടെ താമസിച്ചിട്ടും ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങിയിട്ടില്ല. ആർക്കോ വേണ്ടിട്ടെന്നെ Really so bad. What is she telling? No idea. Smita, what's it? They never had any sexual relationship in the marriage. It's like he was keeping her ready for someone else. Oh, it's really like a story. സ്വന്തം ഭർത്താവിൻ്റെ ഐഡന്റിറ്റി പോലും തിരിച്ചറിയാതെ അയാൾ തന്നെ ചീറ്റ് ചെയ്ത് ഭാഷയും ദേശവും ഒന്നും അറിയാതെ ഉള്ള ഒരു ഒറ്റപ്പെടൽ. ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ ഇതൊക്കെ പോരെ കാരണങ്ങൾ? നീ എന്താ ഇത് വെച്ച് വല്ല സ്റ്റോറിയും ചെയ്യാൻ പോവാണോ? യാ, ഒരു സ്റ്റോറി ചെയ്താലോ എന്നാ. ഒരു ഡോക്യുഫിക്ഷൻ മാതിരി. എന്തൊക്കെയോ ചില സത്യങ്ങൾ എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പെട്ടതുപോലെ. ഒരു പോസിറ്റീവ് തോട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ മൊബൈലും പിടിച്ചോണ്ട്? സോ മെനി ആക്സിഡൻ്റൽ കോയിൻസിഡൻസ്. അതല്ലേ ദുർഗാപൂജയുടെ സമയത്ത് ക്യാമറയുടെ മുമ്പിൽ അവർ ഒന്ന് പെടാനും ഞാൻ അയാളുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് സ്റ്റൈലിൽ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്യുഫിക്ഷൻ മാതിരി. ഒരു സ്റ്റോറിക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. ഡിജിറ്റൽ ക്യാമറ വെച്ച് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യും. ദാറ്റ്സ് ക്വൈറ്റ് യൂഷ്വൽ. ഇതിങ്ങനെ റോ ആയിട്ട് ഇതാകുമ്പോൾ ഒരു ചേഞ്ച് ആയിരിക്കല്ലേ. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ കോള്? സെക്രട്ടറിങ്ങളിപ്പോ കൈയൊഴിഞ്ഞ പോലെയാ. അവൾ ഇനിയും വല്ല കുഴപ്പവും കാണിച്ചാൽ പുള്ളി കുടുങ്ങുമെന്നുള്ള പേടിയാ. തൽക്കാലം ഒരു അറേഞ്ച്മെന്റ്സ് ആകുന്നവരെ നിങ്ങളുടെ ഫ്ലാറ്റിലെ അവളെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. അത് ശരി. ഹേയ്, ഒരു സർവന്റിനെ പോലെ മതി. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണല്ലേ? സി, ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു അവസ്ഥയില് നമ്മളും കൂടി ഉപേക്ഷിച്ചാലോ? എനിക്കിവിടെ ആരുമില്ല സാറേ. എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. Hey, hey,